ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ന്യൂ ഇയർ ഡെക്കറേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എന്ത് പുതിയ ഡെക്കറേഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഇറങ്ങിയതല്ല, ഒരു 2 മാസം മുന്നേ തന്നെ ഇത് ട്രെൻഡ് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ 1 kg ഇല്ല, 7 ഇഞ്ചിൽ വന്നിട്ടുള്ള കേക്കാണ് ഞാൻ ഇവിടെ ഐസിങ് ചെയ്യുന്നത്. റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ക്രീം കുറച്ച് ബേസിൽ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഫസ്റ്റ് ഒരു ലെയർ വെച്ചു. എന്നിട്ട് അതിന് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ലെവലായതിൻ്റെ ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ എന്താ പറയുക, ഈ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. പുറത്ത് കൊടുക്കാനാണെങ്കിൽ 3 ലെയർ വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ സൈഡെല്ലാം ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം ബേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിനെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് കൂളാക്കി എടുക്കുക. ഒന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം ഇതിനെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചു. എന്നിട്ട് അതിൻ്റെ ശേഷം മോർണിംഗിലാണ് ഇട്ടത് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രീമിൽ റേഡിയൻ പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനൊന്ന് ലെവലാക്കിയിട്ട് എഡ്ജെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സൈഡ് ഭാഗം നല്ല നീറ്റാക്കി എടുക്കുക. ടോപ്പ് ഭാഗം റഫ് ആയിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ബേസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവ് എടുക്കുന്നുണ്ട്. നമുക്കിതിൽ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സീക്രട്ട് കേക്കാണ് കേട്ടോ ഞാനിവിടെ ചെയ്യണത്. സീക്രട്ടായിട്ടൊരു മെസ്സേജ് ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുക. അങ്ങനത്തെ രീതിയിലാണ് ഇത്. കുറച്ച് മുന്നേ 2 മാസം മുന്നേ ഫോണ്ടൻറ്റിലായിട്ട് വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 2024 എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് OHP ഷീറ്റ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ എഴുതിയത് പരന്ന് പോകാൻ പാടില്ല. ആ രീതിയിൽ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിച്ചിട്ട് ക്രീം ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇതുപോലെ ഇട്ടിട്ട് ആ ഒരു OHP ഷീറ്റ് നീങ്ങി പോവാത്ത രീതിയിൽ പതുക്കെ വേണം ഇതിനൊന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നീങ്ങി പോകാൻ പാടില്ല, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ OHP ഷീറ്റ് കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ, നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സൈഡെല്ലാം നീറ്റാക്കി എടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ സൈഡ് ഭാഗം നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത്. ടോപ്പ് പിന്നെ റഫാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ടോപ്പിലായിട്ട് കുറച്ചുകൂടി ഡാർക്ക് കളറിലുള്ള പിങ്കാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇതിൻ്റെ എഡ്ജെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ലെവലാക്കിയിട്ട് എടുക്കാം. പക്ഷേ ആ ഒരു സൈഡ് നമുക്ക് കറക്റ്റ് ഫിനിഷിങ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ആ ഒരു OHP ഷീറ്റ് വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം ഒരു റഫ് ഡിസൈൻ തന്നെ ടോപ്പിലായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പക്ക ഫിനിഷിങ് ആക്കി എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് റഫായിട്ട് തന്നെ കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് കളർ കൊടുത്തിട്ട് ഒന്ന് നൈഫ് വെച്ചിട്ടൊന്ന് എന്താ പറയുക ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടിങ് നമ്മൾ എഴുതി വെച്ചതിൽ സ്റ്റാർട്ടിങ് ലെറ്റേഴ്സ് ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് നോക്കണം. കാരണം ആ ഭാഗം വേണം നമുക്ക് കൂടുതലായിട്ട് OHP ഷീറ്റ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ, വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മാറ്റർ നമുക്ക് കറക്റ്റ് വായിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എന്താ പറയുക, എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ടോപ്പർ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളാക്കിയിട്ട് തന്നെ മാറ്റർ എഴുതി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഗുഡ് ബൈ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2023 എന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേഷനും കൂടി കൊടുക്കുക. കുറച്ച് ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഒരു ന്യൂ ഇയർ തീം ആയതുകൊണ്ട് ഈ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാലും ഈ രീതിയിലായിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് OHP ഷീറ്റ് കുറച്ച് പുറത്തേക്ക് വെക്കുക. ഒരു ഓപ്പോസിറ്റ് സൈഡിൽ വേണമെന്നില്ല കേട്ടോ, ഒരു സൈഡിൽ മാത്രം. എന്നിട്ട് ഇതാ ഇതുപോലെ ഗുഡ് ബൈ എന്നുള്ള ഭാഗം പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ വെൽക്കം എന്നുള്ളത് വന്നു. എന്നിട്ട് പിന്നെ 2023 എന്നുള്ളത് ഭാഗത്തിന് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ 2024 എന്നുള്ളത് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂ ഇയർ കേക്കായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇത് സീക്രട്ട് മെസ്സേജ് കേക്ക് എന്നുള്ള എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. ട്രെൻഡ് ആയ സമയത്ത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിന് ഈ രീതിയിൽ കേക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്